അന്തല്ലൂര് ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട്. 340 കിലോമീറ്റർ മറയൂരിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് അന്തല്ലൂര്. പോണേ പോവാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ റോഡ് അത്രോ റോഡ് നമ്മൾ റിട്ടേൺ റിട്ടേൺ വരണം. പക്ഷെ അങ്ങോട്ട് പോയാലേ ഒന്നേ തമിഴ്നാട് ഇറങ്ങണം, അല്ല പിന്നെ ആ റോഡ് തന്നെ വിട്ട് ഈ 60 കിലോമീറ്റർ വീണ്ടും റിട്ടേൺ വന്ന മൂന്നാർ വന്നിട്ട് പോക്ക് നടക്കുള്ളൂ. നമുക്ക് വേറെ റോഡ് എടുത്തോട്ടില്ല, വനമാ. ഒരു ഹിൽ സ്റ്റേഷൻ പറഞ്ഞു ഞങ്ങൾക്ക് 100 ഹിൽ സ്റ്റേഷൻ പ്രതീക്ഷിച്ചില്ല. അതും ഞാനേ ഒരു ചെറിയ ഓട്ടം പറഞ്ഞ് വിചാരിച്ച് എന്നും പോകുന്ന പോലെ അതങ്ങ് ഡേയ്സുകളാകണേ. അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഹൈറ്റുള്ള വാഴ ആണല്ലേ. അത് ഈ തണൽ കൂടുതലുള്ളതുകൊണ്ടാണ് ഈ വാഴയ്ക്ക് പൊക്കം കൂടുന്നത്. അതെ അതെ. എന്താ അവനെ ഇത് നമ്മള് കഴിഞ്ഞ ദിവസം കയറിയേക്കാളും പുതിയ കയറ്റം കയറാൻ ആണോ? ഇച്ചിരി ചായ കൊണ്ടെന്നുള്ളൂ. ഇതിന്റെ മേലാണ് ജാപ്പ് റോഡ് പണിത്. എല്ലാ പ്രാവശ്യത്തും മഴക്കാലത്ത് ജാപ്പ് റോഡ് ഇടിഞ്ഞു പോയി. ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ടല്ലേ? അല്ലല്ലേ, നിർത്തല്ലേ, ഒന്നും വേണ്ട. പുറത്ത് നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. എല്ലാ സെറ്റപ്പും കൊള്ളാം, എല്ലാം സെറ്റപ്പ് കൊള്ളാം. നോ വറീസ്. മേളിൽ കണ്ട മഞ്ഞ് കയറി നിൽക്കുന്നുണ്ടോ? കോടയല്ലേ. ഈ റോഡ് ഉണ്ടാക്കി തന്ന സർക്കാരിന് 100 മാർക്ക്. കാരണം ഈ വളവും ഇതും റോഡും കൂടെ മോശമാണെങ്കിൽ റോഡ് മോശം, വണ്ടി കയറി പോവില്ല. എല്ലാവരും പെട്ടു. അതെ അതെ, എല്ലാവരും പെട്ടുപോയി. ആർക്കും ഇങ്ങനെ അത്ര ആസ്വദിച്ച് പോകാനൊക്കത്തില്ല. കപ്പലണ്ടി പറക്കി പൂത്ത് ഇരിക്കുന്നില്ല. ചവിട്ടാനൊന്നും പറ്റിയല്ല. വരുന്ന പല വളവ് കയറി ഇപ്പൊ ബസ് വരെ ഉണ്ട് വഴി. കൺസ്ട്രക്റ്റഡ് ബൈ KSTP. KSTP എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക പ്രോജക്റ്റ് ആയിരുന്നു. KSTP എനിക്ക് തോന്നുന്ന മറ്റേ ഈ ഒരാളെങ്കിലും പോലെ എന്താ അവരുടെ ഫണ്ട് കിഫ്ബി പോലെ എന്തോ ഫണ്ട് വാങ്ങിച്ചിരിക്കുന്ന കേരള സ്റ്റേറ്റ് അങ്ങനെ വല്ലതും ആയിരിക്കും. ശ്വാസം മുട്ടുന്ന രീതിക്കുള്ള ഏറ്റവുണ്ടല്ലേ. വഴി മോശമാണെന്നുണ്ടെങ്കിൽ തീർന്നു. ഇത്രയൊന്നും ആൾക്കാർ ഇരിക്കല്ലേ, അല്ലേ? ഛർദിച്ചേ വശം കിട്ടും. ചേച്ചിക്ക് ബുദ്ധിമുട്ട് വന്നായിരുന്നോ? എനിക്ക് ബുദ്ധിമുട്ട് വന്നില്ലായിരുന്നു, മനസ്സിലൊരു പേടി വന്നു. അത് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ചോദിച്ചു അല്ല, അതൊക്കെ കുഴപ്പമില്ല. പേടി ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് ആ പേടിയില്ലായിരുന്നു. എനിക്ക് ആ പേടി അറിയോ, വഴി തീർന്നു പോകുന്നുള്ള പേടി ഉള്ളായിരുന്നു. അതിനറിയാം. അല്ലാതെ വഴി ഇതിനേക്കാൾ മോശം വഴി നമ്മൾ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല. വഴി മോശത്തിന്റെ അല്ലായിരുന്നു ചേച്ചി അത്. കാരണം എനിക്ക് അതെ വഴി നിങ്ങളെ കൊണ്ട് വന്നിട്ട് വഴി തീർന്നു പോയാൽ വീണ്ടും റിട്ടേൺ പോയി ഇടുക്കി നമ്മുടെ നാടാന്ന് പറയുകയും ചെയ്താണ്ട് നമുക്ക് വഴി അറിയത്തില്ല. നമ്മൾ വന്ന് റിട്ടേൺ പോകാത്തുണ്ടെങ്കിൽ അതിൽ പരാജയമാണല്ലോ. അന്നത്തെ ഉള്ളൂ. അല്ലാതെ വഴി മോശത്തിന്റെ ഒന്നും വിഷയമില്ല. റിട്ടേൺ ഓട്ടോ പിടിച്ച് പോകേണ്ടി ഓട്ടത്തിന്റെ അല്ല, നമ്മളാ വഴി തെറ്റിപ്പോയെങ്കിൽ പിന്നെ നമ്മൾ കിലോമീറ്റർ പോകണ്ടേ. ഇന്നത്തെ കേസ് മാപ്പ് കറക്റ്റായിട്ട് നെറ്റ്വർക്ക് പോകുമ്പോഴത്തേക്ക് അവന് അല്ലാതെ കയറി പോകില്ല. അല്ല പിന്നെ ഇപ്പൊ ഫസ്റ്റ് ഇടും തോന്നുന്നു. അല്ല നമ്മൾ അവിടുന്ന് ഫസ്റ്റ് തോന്നുന്നു. മനസ്സിലായല്ലേ? കേട്ടോ കേട്ടല്ലേ? നീ ഉരുട്ടി പോടാ ചേട്ടാ. അതെ, അങ്ങോട്ട് പോകുന്നതിന് കുഴപ്പമില്ല. കയറി വരാനല്ലേ പാട്. ഇവിടെയൊക്കെ ഓട്ടോക്കാരനും കയറി വരുമായിരിക്കല്ലേ? ഓട്ടോക്കാരൻ തന്നെ കാലി വിട്ട് കയറി പോകുന്നെങ്കിലുണ്ട്. ഫ്രണ്ട് പോങ്ങേ. അത് ശരിയാ. ചവിട്ടാൻ പറ്റിയാലെങ്കിൽ നമ്മൾ ഒന്ന് ആസ്തേട്ടറിന് കാലെടുക്കും. അതാ നമുക്ക് അവിടെ കയറി പോരാൻ പറ്റാം. 5 സെക്കൻഡാ കയറി പോരും.
പിന്നെ ഏലത്തിന്റെ ആ സാഹചര്യം കഴിയുമോ മേളിലേക്ക് ചെല്ലും തോറും. അതാണ് ഇപ്പം ഇതൊക്കെ ചുമ്മാ ആൾക്കാർ ഒരു ആവേശം കൊണ്ട് വെച്ചിരിക്കുന്നത്. വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ എവിടെയൊക്കെ അത്ര ഒരു താഴത്തേക്ക് ഒരു തന്നെ കുടിവെള്ളത്തിനൊന്നും ഇല്ലാതെ യോസിപ്പിക്കുന്നത്. ഈ വഴി തന്നെയല്ലേ ഇറങ്ങി വരുന്നത്? ഇല്ല, ഇത് ഇതുവഴി വരുന്നില്ല. അവിടെ മൂന്നാറ്റിൽ നമ്മളിന് നേര്യമംഗലം വഴി എറണാകുളം പോകുന്നു. കാരണം നമ്മള് വന്ന വഴി തന്നെ ഒരു ആവർത്തന വിളിച്ച വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 2 വഴിയാക്കിയത്. ഒരു വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഞാനിപ്പോൾ എവിടെ ഓട്ടം പോയിട്ട് തിരിച്ചു പോകാനുണ്ടല്ലോ, ഞാൻ വേറെ വഴിയേ പോവുള്ളൂ. ഇച്ചിരി ദൂരം കൂടുതലാണെങ്കിലും നമ്മള് ഒരു വഴി തന്നെ അങ്ങോട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് പോകും. താഴെ ഇനി ഇവിടെ മേലെ കയറി നോക്കുമ്പോൾ താഴെ കുറേ സിറ്റികൾ കാണാം. നമ്മൾ ഒത്തിരി പൊക്കത്തിലാണ് കയറുന്നത്. മരങ്ങൾ റീപ്ലാന്റേഷൻ നടത്തിയിരിക്കുന്ന, ഏലം റീപ്ലാന്റേഷൻ ചെയ്തിരിക്കുന്നത് മൊത്തം ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ ഈ വനം പോലെ അങ്ങ് അകലേന്ന് കാണുമ്പോഴേ മരത്തിന്റെ മണ്ട മാത്രമേ കാണത്തുള്ളൂ. നല്ല മണ്ണുകളെ പാറക്കിടയിലുള്ള മണ്ണുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ മഴയത്താണ് ഇത് വളർന്നു കയറുന്നത്. ഇനിയുള്ള മഴയില്ല, മഴക്കാലമില്ലേ, മെയ് മാസം ജൂൺ മാസം, അടുത്ത ഒരു 3-5 മാസം കഴിയുമ്പോഴത്തേക്ക് ആ പാറയെ ചുറ്റി ആ മരം നിൽക്കുന്നുണ്ട്. ഒരു പാറ മുഴുവൻ അത് ഈ ആല് പോലത്തെ മരങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ കൊടിയ വനം തന്നെയാണ്. ഇതാണ് നമ്മുടെ യൂക്കാലിപ്സ് നിൽക്കുന്നത്, ഈ തൊലിപ്പൊളി നിൽക്കുന്നത് യൂക്കാലിപ്സ്. അത് അവിടെയൊക്കെ ഇഷ്ടംപോലുള്ള മരങ്ങളല്ലേ, അമേരിക്കൻ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഈ പൈൻ മരങ്ങള്, യൂക്കാലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളതാണ്. ഇതുകൊണ്ട് ഇരിക്കുന്നതൊക്കെ യൂക്കാലി ഇരിക്കുന്നത്, യൂക്കാലി വിലകൾ നിൽക്കുന്നുണ്ടോ? ഇത് യൂക്കാലിയുടെ തൈ ഇരിക്കുന്നത്. ആ റോഡ് വെട്ടിയാണ് ഗ്യാപ്പ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ആ പാറ വെട്ടിയിട്ടാണ് ഗ്യാപ്പ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഭയങ്കര വിവാദമായ, ഭയങ്കര പൈസ മുടക്കി ഉണ്ടാക്കിയ റോഡായിരുന്നു. റോഡ് നല്ല ക്ലിയർ റോഡാണ്. ഇപ്പൊ നമ്മളെ കയറി ഓടുമ്പോൾ കണ്ടോണം. പക്ഷേ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ. അത് ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയതാണോ ഗ്യാപ്പ് റോഡ്? അല്ല, അതിന് ഒത്തിരി നാളായില്ല. പക്ഷെ ഒത്തിരി നാളായിട്ടേ അവിടെ ഒരു ടോളുണ്ട്. ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തില്ലെങ്കിൽ അന്നേരം നമ്മളവിടെ ഇരട്ടി പൈസ കൊടുക്കുന്നത്. എല്ലായിടത്തും ഫാസ്റ്റാകാം. അപ്പം ഈ നമ്മൾ ഇവിടെ ഇടുക്കിയിലൊന്നും ഫാസ്റ്റാഗ് പ്രതീക്ഷിക്കുകയല്ലോ. പക്ഷേ ഈ ഗ്യാപ്പ് റോഡിന് ടോളുണ്ട്. ആ പോകുന്നുണ്ടോ, പാറ വെട്ടി പോകുന്നുണ്ടോ? ആ റോഡ് ഇങ്ങനെ നേരെ മണ്ടേ കൂടി ഇങ്ങനെ പോകും. വ്യൂ പോയിന്റ്, എല്ലാം വ്യൂ പോയിന്റാ. പിന്നെ വ്യൂ പോയിന്റ് ഒന്നും ഇല്ല. വണ്ടി ചേർത്താണ് വ്യൂ പോയിന്റ് വെച്ചാൽ താഴെ കുഴി വലിയ ഏറെ കിടക്കുന്നുള്ളൂ. നമ്മൾ മേളിൽ തന്നെ കാണുന്നത്.